അവർക്ക് രാഷ്ട്രമല്ല വലുത്, മതമാണ് വലുത്. അവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം, ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളാണ്. പാകിസ്ഥാൻ സർവനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തെ ഒരു ഹീറോ പരിവേഷവുമായി നിലനിന്ന പാകിസ്ഥാൻ ഇന്ന് ഒരു ബിഗ് സീറോയായി മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൻ്റെ തലസ്ഥാനമായ ക്വറ്റ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൈവശപ്പെടുത്തി കഴിഞ്ഞു. പാഷ്തൂണിലും സമരം തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാക്കുകയാണ്. പിന്നീട് നടന്ന യുദ്ധം 1971 യുദ്ധമായിരുന്നു. ആ 71 യുദ്ധത്തിൻ്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തി തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ജന്മം നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാൻ സർവനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ലോകത്തെ ഒരു ഹീറോ പരിവേഷവുമായി നിലനിന്ന പാകിസ്ഥാൻ ഇന്ന് ഒരു ബിഗ് സീറോയായി മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൻ്റെ തലസ്ഥാനമായ ക്വറ്റ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൈവശപ്പെടുത്തി കഴിഞ്ഞു. പാഷ്തൂണിലും സമരം തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഛിന്ന ഭിന്നമാക്കുകയാണ്. ഇതിൻ്റെ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ്, ഒരാഴ്ച മുമ്പ്, പാകിസ്ഥാനിലെ വളരെ പ്രശസ്തനായ ഒരു എക്കണോമിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് കൗസർ ബംഗാളി എന്നാണ്. പാകിസ്ഥാനിലെ പ്രമുഖരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ കൗസർ ബംഗാളി ഗദ്ഗദകണ്ഠനായി പറഞ്ഞു, ഒരു യുദ്ധമുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന്. അദ്ദേഹം ഒറ്റ വാചകത്തിൽ ഒതുക്കി നിർത്തി, എക്കണോമിക് ഫുട് പ്രിൻ്റ് ഓഫ് മിലിറ്ററി വിൽ ഇൻക്രീസ്. അതാണ് പാകിസ്ഥാൻ സംഭവിക്കുന്നത്. അവർ കൂടുതൽ പാകിസ്ഥാനികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. ഓരോ യുദ്ധവും പാകിസ്ഥാൻ പട്ടാള മേധാവികൾക്ക് ഉത്സവമായിരുന്നു. അവർ ധനം കൊയ്തെടുക്കുകയായിരുന്നു ഓരോ യുദ്ധത്തിലൂടെയും. പക്ഷേ 2025 മോദിയോട് കളിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ ജനറലിന് തന്നെ സ്ഥലം വിട്ടു പോകേണ്ടി വന്നു. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് കട്ടിലിൻ്റെ അടിയിൽ ഒളിക്കേണ്ടി വന്നു. എത്ര നാണം കെട്ടിയ ഒരു സ്ഥിതിയിലേക്കാണ് പാകിസ്ഥാൻ എത്തിച്ചേർന്നത് എന്നാലോചിക്കണം. ഇവിടെ പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തിയ ഓരോ അക്രമവും നമ്മൾ പരിഗണിക്കേണ്ടതാണ്. 1947 പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയെ ആക്രമിച്ചത് കാശ്മീരിനെ ചൊല്ലിയായിരുന്നു. അതിനുശേഷം 1965 പാകിസ്ഥാൻ നമ്മളുമായിട്ടൊരു അപ്രഖ്യാപിത യുദ്ധം തുടങ്ങിയത് പിന്നീട് അത് യുദ്ധമായിട്ട് മാറിയെങ്കിലും അത് റാൻ ഓഫ് കച്ചിനെ വേണ്ടിയായിരുന്നു. 965 അവർ കാശ്മീരിൽ നുഴഞ്ഞുകയറ്റം ആരംഭിച്ചു. 971 ഇന്ത്യയുമായി ഒരു തുറന്ന യുദ്ധത്തിന് തന്നെ പാകിസ്ഥാൻ തയ്യാറായി. 1999 ഇന്ത്യയുടെ കൈവശമിരുന്ന കാർഗിലിലേക്ക് നുഴഞ്ഞു കയറി അവിടെ പാകിസ്ഥാൻ്റെ പതാക ഉയർത്തിയ പാകിസ്ഥാൻ സൈന്യത്തിന് എന്ത് സംഭവിച്ചുവെന്ന് പിന്നീട് നമ്മൾ കണ്ടു. അതിനുശേഷം വീണ്ടും 2025 ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് പാകിസ്ഥാൻ വന്നത്. ഇതിനു മുമ്പുള്ള എല്ലാ യുദ്ധങ്ങളും തർക്കങ്ങളും അതല്ലെങ്കിൽ വെടിവയ്പ്പുകളുമൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരുന്നുവെങ്കിൽ പഹൽഗാമിൽ നടന്നത് മതത്തിൻ്റെ പേരിലായിരുന്നു. നരേന്ദ്രമോദിയോട് പറയാനാണ് ഭീകരന്മാർ ആ സ്ത്രീകളോട് പറഞ്ഞത്. അതാണ് മതത്തിൻ്റെ പേരിലുള്ള യുദ്ധത്തിൻ്റെ പ്രത്യേകത. അവർക്ക് രാഷ്ട്രമല്ല വലുത്, മതമാണ് വലുത്. അവരുടെ മതത്തിൽ വിശ്വസിക്കാത്ത എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം, ഭീകരന്മാരെ സംബന്ധിച്ചിടത്തോളം കാഫിറുകളാണ്. എന്നാൽ എല്ലാ മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് സൗദി അറേബ്യയുടെ നിലപാടും UAE നിലപാടും വെളിവാക്കുന്നുണ്ട്. വളരെ സൗഹാർദ്ദപരമായ സമീപനമാണ് സൗദി അറേബ്യ ഇന്ത്യയോട് സ്വീകരിച്ചത്. UAEയും ഈ യുദ്ധം അവസാനിക്കണമെന്നാഗ്രഹിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു യുദ്ധം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഭരണാധികാരികളാണ് UAEയിലും അതുപോലെ തന്നെ സൗദി അറേബ്യയിലും മറ്റനേക മുസ്ലിം രാഷ്ട്രങ്ങളിലുമുള്ളത്. പക്ഷേ മതഭ്രാന്ത് ഏതാണ്ട് ഉന്മാദത്തിൻ്റെ വക്കിലെത്തിയ ചില ജനറൽമാർ നയിക്കുന്ന പാകിസ്ഥാൻ സൈന്യം ഈ പ്രഹരശേഷി, ഇന്ത്യയുടെ പ്രഹരശേഷി കണക്കാക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മറ്റു ചില വസ്തുതകളൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ യുദ്ധം കൊണ്ട് പാകിസ്ഥാൻ എന്താണ് നഷ്ടം സംഭവിച്ചത്? 1960 സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. അത് ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു, ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി.
ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് കാശ്മീരിനോടുള്ള പ്രത്യേക താല്പര്യവും അതുപോലെ തന്നെ പാകിസ്ഥാനികളോടുള്ള വ്യത്യസ്തമായ താല്പര്യവും അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. സിന്ധു നദിയിലെ 80% ജലവും പാകിസ്ഥാന് സൗജന്യമായി നൽകുന്ന ഒരു കരാറായിരുന്നു വേൾഡ് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ നമ്മൾ ഒപ്പുവെച്ചത്. അതായത് പാകിസ്ഥാനിലെ സിന്ധും അതുപോലെ തന്നെ പഞ്ചാബും ഫലഭൂയിഷ്ടമാക്കി മാറ്റിക്കൊണ്ടിരുന്നത്, അവിടുത്തെ കൃഷിയിടങ്ങളിൽ പൊന്ന് വിളയിച്ചത് സിന്ധു നദിയിലെ ജലമായിരുന്നു. ആദ്യം തന്നെ ഇന്ത്യ ചെയ്തത് സിന്ധു നദിയിലെ ജലം പാകിസ്ഥാന് കൊടുക്കുന്നത് നിർത്തുന്ന നടപടിയായിരുന്നു. അങ്ങനെ സിന്ധു നദീജല കരാർ ഇന്ത്യ ഒപ്പുവെച്ചതിൻ്റെ ഫലം പാകിസ്ഥാൻ ഇനിയുള്ള വർഷങ്ങളിലായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. 1960 ആണ് സിന്ധു നദീജല കരാർ നമ്മൾ ഒപ്പുവെച്ചെങ്കിൽ പാകിസ്ഥാൻ നമ്മൾ നൽകിയ ജലമുപയോഗിച്ച് കൃഷി ചെയ്ത് വിഭവസമൃദ്ധമായ ഒരു രാജ്യമായി മാറിയ പാകിസ്ഥാൻ 1966 വീണ്ടും യുദ്ധത്തിന് ഒരുങ്ങി. 1965 യുദ്ധത്തിന് ഒരുങ്ങുന്നത്. ആ യുദ്ധം അവസാനിക്കുന്നത് താഷ്കന്റ് കരാറോടുകൂടിയായിരുന്നു. താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത് അന്തരിച്ച ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. ആ കരാർ ഒപ്പുവെച്ചതിന് ശേഷം വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിക്കുന്നത്. ഇന്ത്യക്ക് അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെച്ച ഖേദത്തോടെ, ദുഃഖത്തോടെ, ഹൃദയവേദനയോട് ഹൃദയം പൊട്ടി മരിച്ചതാണ് ശാസ്ത്രി എന്ന് പറയുന്നു. അതല്ല, അദ്ദേഹം കൊല്ലപ്പെട്ടതാണെന്നും പറയുന്നു. എന്തായാലും ശരി, താഷ്കന്റ് കരാർ 1966 ഒപ്പുവെച്ചത് ഇന്ത്യക്ക് വലിയ നഷ്ടത്തോടുകൂടി തന്നെയായിരുന്നു. പിന്നീട് നടന്ന യുദ്ധം 1971 യുദ്ധമായിരുന്നു. ആ 71 യുദ്ധത്തിൻ്റെ ഫലമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടത്. ഇന്ദിരാഗാന്ധി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തി തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ജന്മം നൽകിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ 1971 യുദ്ധത്തിന് ശേഷം 1972 ഒപ്പുവെച്ച ഷിംല കരാർ, അത് ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ഒപ്പുവെച്ച ഷിംല കരാർ കൃത്യമായ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കാമെന്നും വീണ്ടും ഒരു അക്രമം ഉണ്ടാകാതെ പരിശോധിക്കാമെന്നും ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ആ കരാറിലൂടെ 71 ഇന്ത്യ പിടിച്ചെടുത്ത തന്ത്രപ്രധാനമായ ഒട്ടേറെ സ്ഥലങ്ങൾ നമ്മുടെ രാജ്യത്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് പട്ടാളക്കാരുടെ ജീവൻ ബലിയർപ്പിച്ച് പിടിച്ചെടുത്ത ചിക്കൻ നെക്ക് അടക്കമുള്ള പ്രദേശങ്ങൾ നമ്മൾ പാകിസ്ഥാന് കൊടുത്തു. അതിന്ന് ബംഗ്ലാദേശിലാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ 72 ഷിംല കരാർ ഒരു കൃത്യമായ നിയന്ത്രണ രേഖ വരയ്ക്കുകയും അവിടെ സമാധാനം സ്ഥാപിക്കാം എന്ന് സമ്മതിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയിലൊരു നിയന്ത്രണ രേഖ ഉണ്ടാക്കുവാൻ ആ കരാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ അതൊരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചത് നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നതാണ്. ഇവിടെ 2025 ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നു അവരെ ഷിംല കരാർ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിയന്ത്രണ രേഖയില്ല. പാകിസ്ഥാൻ ഏകപക്ഷീയമായി തന്നെ ഷിംല കരാർ റദ്ദാക്കിയതോടുകൂടി അങ്ങനൊരു നിയന്ത്രണ രേഖ അപ്രസക്തമായി മാറി. ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാന് വളരെ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നതിന് ഒരു നിയന്ത്രണ രേഖ തടസ്സമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. 1999 അപ്രഖ്യാപിതമായൊരു യുദ്ധം പാകിസ്ഥാൻ നമുക്കെതിരെ നടത്തി. അതാണ് കാർഗിൽ യുദ്ധം. കാർഗിൽ യഥാർത്ഥത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നില്ല. ഇന്ത്യയുടെ കൈവശമിരുന്ന കാർഗിൽ മഞ്ഞുകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർ താഴ്വരയിലേക്ക് പോയപ്പോൾ പാകിസ്ഥാൻ നുഴഞ്ഞു കയറി പിടിച്ചെടുത്ത് അവരുടേതായി പ്രഖ്യാപിച്ച സ്ഥലമാണ് കാർഗിൽ. ആ കാർഗിൽ യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി വാജ്പേയി ആയിരുന്നു. വാജ്പേയി സൗമ്യനായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു എങ്കിലും കാർഗിൽ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. അതിലേറ്റവും പ്രസക്തമായ കാര്യം, ഈ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ ബങ്കറുകളിൽ ഒളിച്ച പാകിസ്ഥാൻ സൈനികരെ മുഴുവൻ നമുക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞത് ഇസ്രയേൽ നമുക്ക് നൽകിയ ലേസർ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ചാണ്. അന്ന് ലോകത്തിന് അത്ഭുതമായിരുന്നു ലേസർ ഗൈഡഡ് മിസൈൽ. ആ കാലഘട്ടത്തിലെ ആപത് കാലഘട്ടത്തിൽ ഇന്ത്യയെ സഹായിച്ചത് ഇസ്രയേലായിരുന്നു. 2025 ഇന്ന് പാകിസ്ഥാൻ കടന്നു കയറി നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ഇസ്രയേൽ നമ്മളോടൊപ്പമുണ്ട്. ഒരു സഹോദരനെ പോലെ ഇസ്രയേൽ നമ്മളോടൊപ്പമുണ്ട്. മൊസാദിൻ്റെ സഹായം നമുക്കുണ്ട്, ഇസ്രയേൽ സൈന്യത്തിൻ്റെ സഹായം നമുക്കുണ്ട്,
ഇസ്രയേൽ ശാസ്ത്രജ്ഞന്മാരുടെ സഹായം നമുക്കുണ്ട്. ഇവിടെയാണ് ഇസ്രയേൽ വ്യത്യസ്തനായ ഒരു സുഹൃത്തായിട്ട് മാറുന്നത്. ഈ ഇസ്രയേലിനെ ശത്രുപക്ഷത്ത് നിർത്തണമെന്നായിരുന്നു കേരളത്തിലെ ചില ഹമാസനന്മാരുടെ ആഗ്രഹം. ആലോചിച്ച് നോക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ആപത്ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിന്ന ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരെ നിലപാട് സ്വീകരിക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് അവരുടെ മൂക്കിനപ്പുറം കാണാൻ കഴിയുന്നുണ്ടോ എന്നാലോചിച്ച് നോക്കണം. 1.7% വോട്ട് മാത്രമുള്ള CPM-ഉം അതുപോലെ തന്നെ അനുദിനം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന നെഹ്റു കോൺഗ്രസും ഇറ്റാലിയൻ കോൺഗ്രസും ഒക്കെയാണ് അവർക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആദ്യം എത്തിയത് ഇസ്രയേലാണ് എന്ന് നമ്മൾ മറക്കരുത്. പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രത്യേകതരമുള്ള ഒരു വാനിറ്റി ബാഗുമായി പാർലമെൻറ്റിൽ പ്രവേശിച്ച പ്രിയങ്ക ഗാന്ധി തിരിച്ചറിയണം, ആപത്തിൽ നമ്മളെ സഹായിക്കാൻ ഇസ്രയേലേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഇപ്പോൾ ഉള്ളൂ എന്നും. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ വ്യത്യസ്തനായ ഒരു മോദിയാണ് കാണുന്നത്. 1971 സിംല കരാർ ഒപ്പുവെച്ച ഇന്ദിരാഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തമായി, അതിനു മുമ്പ് 1966 താഷ്കന്റ് കരാർ ഒപ്പുവെച്ച സൗമ്യനായ ശാസ്ത്രിയിൽ നിന്ന് വ്യത്യസ്തനായി, 1999 ലാഹോർ കരാർ ഒപ്പുവെച്ച അടൽ ബിഹാരി വാജ്പേയിയിൽ നിന്ന് വ്യത്യസ്തനായി ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി. വാജ്പേയി സൗമ്യനായിരുന്നു, അതേസമയം കർക്കശക്കാരനും തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധിയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ മോദി ഇവിടെ നിന്നൊക്കെ വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉക്രൈനും റഷ്യയുമായി യുദ്ധമുണ്ടായപ്പോൾ റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തണമെന്നും റഷ്യയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റും ജോർജ് ബൈഡനും അതാവശ്യപ്പെട്ടു, നമ്മൾ റഷ്യയുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കണമെന്ന്. പക്ഷേ അതിനൊരു വിലയും കൊടുക്കാൻ മോദി തയ്യാറായില്ല. ഇന്ത്യയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. അവസാനം ബൈഡനും പാശ്ചാത്യ രാജ്യങ്ങളും മോദിയുടെ നിലപാടിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥ ചേരിചേരാ നയം. ജവഹർലാൽ നെഹ്റു പറഞ്ഞതല്ല ചേരിചേരാ നയം. ഇപ്പോൾ നരേന്ദ്രമോദി പിന്തുടരുന്നതാണ് ചേരിചേരാ നയം. റഷ്യ നമ്മളോടൊപ്പമുണ്ട്, അമേരിക്ക നമ്മളോടൊപ്പമുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മോടൊപ്പമുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു. ശക്തനായ ഒരു ഭരണാധികാരി ഇന്ത്യക്കുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ മോദിയോട് ഏറ്റുമുട്ടാനാണ് ഷീ ജിൻപിങ് വിചാരിച്ചപ്പോൾ പോലും നടക്കാത്ത, ഷീ ജിൻപിങ്ങിന് മുട്ടുകുത്തിക്കാൻ കഴിയാത്തൊരു മോദിയോട് ഏറ്റുമുട്ടാനാണ് ഷഹനാസ് ഷെരീഫ് ശ്രമിച്ചത്. ഡോക്ലാമിലെ പാങ്കോങ് താഴ്വരയിൽ ചൈനീസ് പട്ടാളത്തിൻ്റെ പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ കരുത്ത് കാട്ടി ഇന്ത്യക്ക് മുകളിൽ അധീശത്വം സ്ഥാപിക്കാൻ ശ്രമിച്ച ഷീ ജിൻപിങ്ങിൻ്റെ മുന്നിൽ തല ഉയർത്തി നിന്ന് പോയി ജോലി നോക്കാൻ പറഞ്ഞ ആളാണ് നരേന്ദ്രമോദി. ചൈനയുടെ മുന്നിൽ വഴങ്ങാത്ത ധീരനായ നരേന്ദ്രമോദിയാണ് ഇന്ന് ലോകം കാണുന്നത്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണ് ഇന്ന് ലോകം കാണുന്നത്. ഇന്ത്യക്ക് ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാൻ നരേന്ദ്രമോദി സമ്മതിക്കില്ല എന്നുള്ളത് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെയൊക്കെ ആശ്വാസപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി ദുർബലനാകാൻ പാടില്ല. രാജ്യത്തെ നയിക്കുന്ന സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രതിരോധ മന്ത്രി ദുർബലനാകാൻ പാടില്ല. വളരെ സൗമ്യനായ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹം വളരെ സൗമ്യനായിരുന്നു, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഇറ്റാലിയൻ വരുതിയുടെ തടവറയിലായിരുന്നു, നിസ്സഹായനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു AK ആൻ്റണിയും. AK ആൻ്റണി വളരെ രാജ്യസ്നേഹിയായ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. ഇന്ത്യയെ സ്നേഹിക്കുന്ന ആളാണ് AK ആൻ്റണി. പക്ഷേ അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്നത് ഇറ്റാലിയൻ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അതാണ് AK ആൻ്റണിക്ക് പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് മുംബൈയിലെ ഭീകരാക്രമണം നടന്നപ്പോൾ പ്രതികരിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയാതെ പോയത്. പാർലമെൻറ്റ് ആക്രമണം നടന്നപ്പോൾ പ്രതികരിക്കാൻ നമുക്ക് കഴിയാതെ പോയത്. ഇന്ത്യൻ പട്ടാളക്കാരുടെ തലയറുത്ത് 10 പട്ടാളക്കാരുടെ തലയറുത്ത് മാറ്റിയപ്പോൾ AK ആൻ്റണി എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മറന്നിട്ടില്ല. 2 കൈയും കൂട്ടിയടിച്ചാലേ ശബ്ദം കേൾക്കൂ എന്നുള്ളതാണ്. ദുർബലനായ ഒരു ഭരണാധികാരി രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഭരണകൂടം. അതുപോലെ തന്നെ 1962 ഇന്ത്യ ഭരിച്ച പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് താനെന്ന് നരേന്ദ്രമോദിക്ക് തെളിയിക്കാൻ കഴിഞ്ഞു.
ഗുജറാത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച നരേന്ദ്രമോദിക്ക് ദാരിദ്ര്യം എന്താണെന്നറിയാം. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മനുഷ്യനല്ല അദ്ദേഹം. അദ്ദേഹം സാധാരണക്കാരുടെ ദുഃഖങ്ങൾ അറിയാവുന്ന രാജ്യസ്നേഹിയായ ഒരു ഭരണാധികാരിയാണ്. ഇത്തരം ഭരണാധികാരികളെയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യക്ക് ആവശ്യം. മോദിയെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്താൻ ശ്രമിക്കുന്ന ബ്രൂട്ടസുമാർ ഉറങ്ങാതെ കാത്തിരിപ്പുണ്ട് എന്ന വസ്തുത ലോകം തിരിച്ചറിയണം. നമുക്ക് കരുത്തനായ പ്രധാനമന്ത്രിയാണ് വേണ്ടത്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആകാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആകാം, ഏത് പാർട്ടിയുടെയും ആയിക്കോട്ടെ. രാജ്യത്തെ നയിക്കാൻ ഇച്ഛാശക്തിയും ധീരതയുമുള്ള ഒരു പ്രധാനമന്ത്രി ആവശ്യമാണ്. എങ്കിൽ മാത്രമേ രാജ്യത്തെ നയിക്കാൻ കഴിയൂ എന്ന് നരേന്ദ്രമോദി തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസ്സുകാർ എത്ര ശ്രമിച്ചാലും നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയെ തകർക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി വ്യത്യസ്തനാണ് മക്കളെ.